ഗൈസ് തുടർച്ചയായിട്ട് 2 വിജയം, അത് ഇതാണെങ്കിൽ 4-1 വമ്പം വിജയം. അങ്ങനെ ടേബിളിലാണെങ്കിൽ ടോപ്പിൽ. സോ ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് അഡോണിസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേൺമൗത്ത് വേഴ്സസ് യുണൈറ്റഡ് 4-1 അതിനെ കുറിച്ചിട്ടുള്ള സംസാരമാണ്. ഇത് എമ്മാരിയടോ, ഞാൻ തീരെ വിചാരിച്ചില്ല. കാരണം എവർട്ടനായിട്ട് ബേൺമൗത്ത് 3-0 ജയിച്ചിരിക്കുന്നത്. ആ ഒരു ടൈമിൽ ഇങ്ങനെ 4-1 ജയിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്. ഞാൻ ഞെട്ടിപ്പോയി സംഭവം, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ മാത്രമല്ല, ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ടീമായിട്ട് പലപ്പോഴും യുണൈറ്റഡിനെ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഈ ഒരു ടൈമിൽ ഇനിയൊരു വലിയൊരു മാറ്റം വരുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. 4-1 ഇവർ ജയിച്ചത്. 8ാമത്തെ മിനിറ്റിൽ ഹോളണ്ടിന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു, അത് ഹെഡ് ചെയ്തിട്ടാണ്. പക്ഷെ അത് ഞാൻ വിചാരിച്ച് ഡോഗ് കറക്റ്റ് ഡയറക്റ്റ് കയറ്റിയതാണ്, മറ്റോ ഹെഡ് ചെയ്തില്ല, അവന്റെ ടച്ച് ഇല്ല, ബ്ലൂടൂത്ത് ടച്ച് വരെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷെ സാധനം ഹെഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അത്രയും ഡിഫ്ലക്ട് ചെയ്ത മാതിരി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല, ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടായിരിക്കും. പിന്നെ 25ാം മിനിറ്റിൽ ഡോഗുവിന്റെ ഗോളായിരുന്നു, അത് ഒറ്റയ്ക്ക് കൊണ്ടുപോയി അടിച്ച ഗോളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഡോഗു യുണൈറ്റഡിൽ അടിക്കുന്നത് തോന്നുന്നു. എനിക്കറിയില്ല ഫ്രണ്ട്ലി മാച്ചിൽ ഇനി മുന്നേ അടിച്ചിട്ടുണ്ടോന്ന്. എന്തായാലും കോമൺവെൽത്ത് ഗെയിംസിൽ ഞാൻ അടിച്ചിട്ട് കണ്ടിട്ടില്ല. സോ ആദ്യത്തെ ഗോളായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ, ഒന്ന് കൺഫേം ചെയ്യണേ. പിന്നെ 53ാം മിനിറ്റിൽ എമൻഡിയാലിന്റെ ഗോളായിരുന്നു. പക്ഷെ ആ ഗോൾ എനിക്ക് തോന്നിയിട്ടോ, ആരെങ്കിലും ഒന്ന് അവിടെ അടിക്കുന്നുള്ള എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ 72ാം മിനിറ്റിലെ ഗോൾ അത് ഞെട്ടിപ്പോയി. ചെക്കന്മാരാണ് അടിച്ചത്. അത് സബ് ഇങ്ങനെ വന്ന പാടെ തന്നെ സാധനം കയറും ചെയ്തു. ഈതൻ വില്യംസ് പറഞ്ഞ ചങ്ങായി, എന്റെ മോനെ, അത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ട്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ അധികം കിട്ടുന്ന പ്ലേയേഴ്സ് ഒന്നും ഞാൻ അതിൽ കണ്ടിട്ടില്ല, ഫുള്ള് പിള്ളേരെയാണ് ഞാൻ കണ്ടത്. അപ്പൊ വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷെ അത് ഞെട്ടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൺ ഗോളാണ് അടിച്ചത്, ഡിലേറ്റിന്റെ. അത് ചെങ്ങായി അത്യാവശ്യം കിടലായിട്ട് ബ്ലോക്ക് ചെയ്യാനാണ് നോക്കിയത്. പക്ഷെ പെട്ടെന്ന് വിചാരിക്കില്ല കേട്ടോ ഗോളാവുന്നുള്ളത്. അത് ആളെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ മെയിൻ ടീം യുണൈറ്റഡിൽ കളിച്ച കളി ഉണ്ടല്ലോ, നല്ല കളിയായിരുന്നു. നല്ല പാസ് ഉണ്ടായിരുന്നു, നല്ല പൊസഷൻ ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 3/4 ഭാഗം എത്തുമ്പോൾ കിടില കളി കളിക്കും, കിടില മാസം കിടില സംഭവം കളിക്കും. പക്ഷെ ഒരു 3/4 ഭാഗം എത്തുമ്പോൾ അറ്റാക്കിംഗ് ടൈമിൽ അവിടെ നിന്ന് ഒരു പ്രോപ്പറായിട്ട് പാസ് കിട്ടാത്ത പോലെ പലപ്പോഴും തോന്നും. അതായത് ഒരു അസിസ്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ ഒരു നല്ലൊരു അസിസ്റ്റ് കിട്ടാത്ത പോലെയും. അതും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബേൺമൗത്ത് ആയിട്ടുള്ള കളിയിൽ നല്ല കിടിലൻ ഗോൾ സ്കോർ വന്നേനെ, കുറെ കിടിലായിട്ട് വന്നേനെ. അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു ചാൻസും ഉണ്ട് കേട്ടോ യുണൈറ്റഡിന്. പറയാൻ പറ്റില്ല, യുണൈറ്റഡ് ചിലപ്പോൾ ടോപ്പ് 5 വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയാണെങ്കിൽ ഡിഫൻസ് വരുന്നത് ഒരു ടൈമിൽ പെട്ടെന്നൊരു കൗണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് എല്ലാവരും ചുറ്റി കൂടിക്കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ഞെട്ടിപ്പോയി. അടിപൊളി സാധനം, നല്ല രസം ഉണ്ടായിരുന്നു. ഡിഫൻസ് ഒക്കെ കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. 70 മിനിറ്റ്സ് വരെയുള്ള കളി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്നു. അത് നല്ല വൃത്തിയിലൊക്കെ ആ പാസ്സാണ്, കുറെ അടിപൊളി നല്ല ഭംഗിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആ ടീംമേറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാസ് ഉണ്ട്. അപ്പൊ ഭയങ്കര രസം ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവിടെ പോടാ. പിന്നെ ബേൺമൗത്തിലെ സെമന്യോ എന്ന് പറഞ്ഞ ചങ്ങായി ഒരു കിടിലൻ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓഫ് സൈഡായി. അവങ്ങനെ കുറെ പറയുന്നുണ്ട്, ഇത് ഓഫ് സൈഡ്, ഇതെങ്ങനെ നമുക്കിങ്ങനെ പെട്ടെന്ന് തോന്നുമ്പോൾ ഒരു ഓഫ് സൈഡ് പോലെ ഉണ്ട്. റീപ്ലേ ഒക്കെ കാണിച്ചപ്പോൾ ഒരു ഭാഗം അങ്ങോട്ട് ഓഫ് സൈഡ് പോലെ ഉണ്ട്, പക്ഷെ വാറൊന്നുമില്ല. അപ്പോൾ അത് ഓഫ് സൈഡ് തന്നെ ആവുക തന്നെ. ഇപ്പോൾ ഇവർ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ കാണുന്നത് ഇങ്ങനെ ഫുള്ള് പാസ് എടുത്ത് അങ്ങനെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു കളിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് സബ് മാറി ഈ പിള്ളേരെ കളി കാണുമ്പോൾ വേറെ രീതിയിലുള്ള ഒരു കളിയായിരിക്കും. അത് അത്ര ഒരു ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ അവർ ഗോൾ അടിച്ചിട്ടുണ്ട്, തിരിച്ചങ്ങോട്ട് അങ്ങനെ സീനാക്കിയിട്ടൊന്നും ഇല്ല. പക്ഷെ എന്നാലും പൊസിഷൻ കുറയും ചെയ്തു, കുറച്ചും കൂടി ഒരു വൃത്തിക്കുള്ള പാസ്സൊക്കെ കുറയും ചെയ്തു. പിന്നെ ഇവർ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ടീംസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പലപ്പോഴും അവിടെ കിടന്ന് കുറെ കറങ്ങുന്ന പോലെ തോന്നി. അങ്ങനെ കളിക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല കളിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷെ ഫസ്റ്റ് കളിച്ച ടീംസിന്റെ കളി അടിപൊളിയായിരുന്നു. അതായത് ഇവരെ മെയിൻ ടീംസിന്റെ കളി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ആ കളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ പ്രീമിയർ ലീഗിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ നിൽക്കും തോന്നുന്നു. നിങ്ങളിപ്പോൾ യുണൈറ്റഡ് ഫാൻ ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ ഇനിയും ടീംസൊക്കെ സെസ്കോ ഒക്കെ വരും എന്നൊക്കെ പറയുന്നത് കേട്ട്, എനിക്കറിയില്ല വന്നോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പ്ലെയർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ട്, ഇതൊക്കെ പറയുന്നത് കേൾക്കുകയാണ് തോന്നുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുവരെ കണ്ടതിന് കിടിലൻ താങ്ക്സ് ഉണ്ട്. അപ്പോൾ കിടിലൻ ലൈക്കും കിടിലൻ സബ്ബൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, അടുത്ത വീഡിയോക്ക് നമുക്ക് കാണാം.